ഹായ് ഫ്രണ്ട്സ്, ഷൈനിക് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നോക്കാൻ പോകുന്നു നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് ആണ്. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നമുക്ക് നോക്കാം. ബോട്ടം 5 ഓഫ് വാണ്ട്സ് ആണ്. നിങ്ങൾക്കിടയിൽ കുറേ വഴക്ക് നടന്നിട്ടുണ്ട്. ബോട്ടം തന്നെ പറയുന്നത് അതാണ്. കുറേ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ വാക്ക് തർക്കങ്ങൾ, വാദപ്രതിവാദങ്ങൾ അങ്ങനെ കുറേ നടന്നാണ് നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു എൻഡിങ് അല്ലെങ്കിൽ ബ്ലോക്ക് സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ബോണ്ട് ഒരു നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ് വരുന്നെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്നില്ല, പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഇല്ല, ശരിക്കുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നാണ് ഇവിടെ കാണുന്നത്. കാരണം ഇവിടെ രണ്ട് കാർഡ്സ്, ദ എംപററും കിങ് ഓഫ് സോട്ട്സും പറയുന്നത് അതാണ്. ഫീലിങ്സ്, നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ ചിലപ്പോൾ പറയുന്നുണ്ടാവും. ബട്ട് എനിക്കിവിടെ ഫീൽ ആകുന്നത് കൂടുതലും ആ വ്യക്തിയുടെ ഫീലിങ്സ് ആ വ്യക്തി തുറന്ന് പറയുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് നല്ല ഈഗോ ഉള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിൽ ഇരുന്ന സമയത്ത് അവർ പല കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, കുറച്ച് ഈഗോ കാണിച്ച് നിന്നിട്ടുണ്ട്. മാത്രമല്ല നിങ്ങളെ കുറച്ച് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അധികം നിങ്ങളെ കൺട്രോൾ ചെയ്യാനും ആ വ്യക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ഇരിക്കണം, നിങ്ങൾ സംസാരിക്കണം, നിങ്ങൾ ജീവിക്കണം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് അവർക്കുണ്ടായിരുന്നു എന്നുള്ള കാർഡ്സ് ഇവിടെ വന്നിട്ടുണ്ട്. വീണ്ടും ഇവിടെ കിങ് ഓഫ് വാണ്ട്സ്, 3 കാർഡ്സാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരെന്താണ് മനസ്സിലാക്കിയത്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു സെപ്പറേഷൻ അകൽച്ച വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ മനസ്സിലാക്കുന്ന ഈ 2 കാർഡ് റിവേഴ്സാണ്. നിങ്ങളോട് ഇരുന്നപ്പോൾ അവർ അത്രയും ഈഗോയും കൺട്രോളിങ് നേച്ചർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അവരതെല്ലാം മാറ്റണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത് ആ വ്യക്തിയുടെ ആ ഒരു നേച്ചർ കൊണ്ടായിരിക്കാം നിങ്ങൾക്കിടയിൽ ഇത്രയും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ആയതും നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു അകൽച്ചയൊക്കെ വരാൻ കാരണമെന്ന് അവരിപ്പോൾ തിങ്ക് ചെയ്യുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ചിലപ്പോൾ മാറി നിൽക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇത്രയും കുറേ വഴക്കും പ്രശ്നവും വരാൻ അതൊരു കാരണമാണെന്ന് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഈഗോയൊക്കെ മാറ്റണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് അത് കുറച്ച് പേർക്കൊക്കെ അവരുടെ ആ ഒരു നേച്ചർ തന്നെ അങ്ങനെ ആയിരിക്കാം. കുറച്ച് ഡോമിനേറ്റ് ചെയ്യുന്ന ക്യാരക്ടറായിരിക്കാം, എല്ലാം കുറച്ച് ഭരിക്കുന്ന ക്യാരക്ടറായിരിക്കാം. ബട്ട് ഇപ്പോൾ അവർ അതിനെ റിയലൈസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അവരിപ്പോൾ ഒരു എല്ലാം നഷ്ടപ്പെട്ട എനർജിയിലാണ്. എല്ലാം നഷ്ടപ്പെട്ടു, ഒറ്റപ്പെട്ടു. ചിലപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവരുടെ കൂടെ തന്നെ കുറേ വ്യക്തികളുണ്ടായിരിക്കും. മേ ബി നിങ്ങൾക്കിടയിൽ ചില പ്രശ്നങ്ങൾ അവർ കാരണം ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ചിലപ്പോൾ കുറച്ച് പേർക്കൊക്കെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. കാരണം അവിടെ ഡബിൾ കാർഡും വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഇതിൽ കാണുന്നതിൽ കുറച്ച് പേർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം നിങ്ങൾക്കിടയിൽ ഒരു ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അവരോടൊപ്പം ആ തേർഡ് പാർട്ടി, നിങ്ങളും അവരും ചേർന്നിരുന്ന സമയത്ത് അത്രയും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരെ കൂടെ നിന്ന് അങ്ങനെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് അകറ്റിയിട്ടുണ്ടാവും. അതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ കുറേ വഴക്കുകൾ ക്രിയേറ്റ് ആവാൻ വേണ്ടി അവർ ചില സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. ബട്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ വിട്ട് പിരിഞ്ഞ കാണും, അല്ലെങ്കിൽ ഒരു ബോണ്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ അവിടെയും ആ ഒരു പഴയ ഒരു നിങ്ങളോടൊപ്പം ഇരുന്നപ്പോൾ ഉള്ള അത്രയും ഒരു ബോണ്ടിങ് ഇപ്പോൾ ഇല്ല എന്നാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവർ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അതും അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ഇരുന്നപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു, ബട്ട് നിങ്ങളെ വിട്ട് പിരിഞ്ഞപ്പോൾ ആരും ഇല്ലാത്ത അവസ്ഥയും എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയാണല്ലോ എന്ന ഒരു ലോൺലിനെസ് അവർ ഫീൽ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. എല്ലാം നഷ്ടപ്പെടുമോ എന്നുള്ള, നിങ്ങളെയും ലൈഫ് തന്നെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയൊക്കെ അവർക്കുണ്ട് എന്നാണ് കാണുന്നത്. ഡബിൾ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഒരു അകൽച്ച വന്നതിന് ശേഷം ഇപ്പോൾ അവർ ഫീൽ ചെയ്യുന്നു നിങ്ങൾ അവർക്കൊരു അഡിഷൻ ആയിരുന്നു എന്ന്. കുറച്ച് പേർക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ മറക്കണം, എല്ലാം വിട്ടിട്ട് മൂവ് ഓൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ അത്രയും ഒരു അഡിഷൻ ആയിരുന്നു. അതായത് നിങ്ങളെ മറക്കാൻ കഴിയാത്തത്രയും ഒരു അഡിക്റ്റഡായി എന്ന് ഉള്ള ഒരു സത്യം അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ അത്രയും അവരെ സ്നേഹിച്ചിരുന്നു. ആ ഒരു സ്നേഹം നഷ്ടപ്പെട്ടപ്പോഴാണ് അതിൻ്റെ വാല്യൂവും അതിൻ്റെ സുഖമൊക്കെ അവർക്കിപ്പം മനസ്സിലാക്കുന്നു എന്നുള്ള ഒരു കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഇവിടെ കാണുന്നത് നിങ്ങളും അവരും
ഒന്നായിട്ടിരുന്ന സമയത്ത് അത്രയും ഒരു ഹാപ്പി ആയിരുന്നു, ഒരു ഫാമിലി പോലെ. അപ്പോൾ അത്രയും നമ്മൾ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തികളോടൊപ്പം ചേർന്നിരിക്കുമ്പോൾ ഒരു കുടുംബമായിട്ടിരിക്കുന്ന ഒരു ഫീല്, നിങ്ങളോടൊപ്പം ഇരിക്കുമ്പോൾ അത്രയും ഒരു സന്തോഷം, പോസിറ്റിവിറ്റി, ഒരു ഹീലിംഗ് ഒക്കെ അവർക്ക് കിട്ടിയിരുന്നു എന്നാണ് അവർ ഫീൽ ചെയ്യുന്നത്. ആ കഴിഞ്ഞുകൂടിയ ആ നിമിഷങ്ങൾ, നിങ്ങൾ നേരത്തെ സ്നേഹമായിട്ട് സന്തോഷമായിട്ട് ഇരുന്നപ്പോൾ ആ നിമിഷങ്ങളൊക്കെ എത്ര മനോഹരമായിരുന്നു എന്നും അവരിപ്പോൾ ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത്. നെക്സ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് 4 ഓഫ് വാണ്ട്സ് ആണ്. അവർ ഒരു ഇപ്പം മാരീഡൊക്കെ ആയവർക്കാണെങ്കിൽ അത് ലൈഫ് ലോങ് ഈ ബന്ധം ഉണ്ടാകും എന്നൊക്കെ പൂർണ്ണ വിശ്വാസത്തോടെ ഇരുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ. ബട്ട് ഇപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് തന്നെ നഷ്ടപ്പെട്ടോ എന്നുള്ളൊരു ഫീലിംഗ് അവർക്കുണ്ട്. മാരേജൊക്കെ ആവാത്തവരാണെങ്കിൽ ഈ ബന്ധം ഒരു ആ ഒരു മാരേജിൽ പോയി നിൽക്കുമെന്നൊക്കെ ഒരുപാട് സ്വപ്നം കണ്ടവരായിരിക്കും. ബട്ട് ഇപ്പോൾ അത് നഷ്ടപ്പെട്ടു എന്നും അതുകൊണ്ട് തന്നെ അതൊക്കെ വീണ്ടും തിരിച്ച് റീപ്ലേസ് ആവണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു മാനിഫെസ്റ്റേഷൻ്റെ കാർഡ് കൂടെയാണ്. അങ്ങനെയൊക്കെ ആയാൽ എത്ര നന്നായിരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു കാർഡ്. നെക്സ്റ്റ് ഇവിടെ ക്യൂൻ ഓഫ് സോട്സ് വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഒരു സ്ട്രോങ് എനർജിയിലാണെന്നാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നേരത്തെ നിങ്ങൾ വളരെ അവർ ഡോമിനേറ്റ് ചെയ്യും, കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ തളർന്ന് ഇഷ്ടമില്ലെങ്കിൽ പോലും പല കാര്യങ്ങൾക്കും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഫീൽ ചെയ്തുകൊണ്ടാണെങ്കിലും അങ്ങനെയൊക്കെ നിങ്ങൾ ഇരുന്നിട്ടുണ്ടാവും. ബട്ട് ഇപ്പോൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് പല കാര്യങ്ങളും നിങ്ങൾ ഓപ്പണായിട്ട് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് കേൾക്കുന്നുണ്ടാവും. അതുപോലെ നിങ്ങളിപ്പോൾ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത്. നേരത്തെ വളരെ വികാരങ്ങൾക്ക് അടിമപ്പെട്ടിരുന്നെങ്കിൽ അടിമപ്പെട്ട് അവരുടെ പുറകെ ചേസ് ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കുറച്ച് സ്ട്രോങ് എനർജി എന്നാണ് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത്. നിങ്ങളെത്ര സ്ട്രോങ് ആണെന്ന് നിങ്ങൾക്കേ അറിയാവൂ. ബട്ട് അവർ നിങ്ങളെക്കുറിച്ച് അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇനി കൺട്രോൾ ചെയ്യാനതൊക്കെ ബുദ്ധിമുട്ടാണ്. തിരിച്ച് നിങ്ങളും നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്നുള്ള ഒരു പേടി അവർക്കുണ്ട് എന്നാണ് കാണുന്നത്. നെക്സ്റ്റ് ഇവിടെ 3 ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ച് പേർക്ക് എന്തായാലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്നുള്ള കാർഡ് അത് വീണ്ടും വന്നിട്ടുണ്ട്. അവർക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല എന്നാണ് കാണുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളെയും ഒരു തേർഡ് പാർട്ടി അവർ ബാലൻസ് ചെയ്യാൻ ഒരേ സമയം അങ്ങനെ കൊണ്ടുപോകണം, അങ്ങനെയൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും കുറച്ച് പേർക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ചൂസ് ചെയ്യുക, നിങ്ങളെ പ്രയോറിറ്റി തന്ന് നിങ്ങളാണ് എല്ലാം എന്ന് പറഞ്ഞ് ലൈഫ് ലോങ് എന്ന് പറഞ്ഞ് നിങ്ങളെ ചൂസ് ചെയ്യാൻ നിന്നിട്ടുണ്ടാവും. എന്താണ് വേണ്ടത് എന്നുള്ള ഒരു ആലോചിച്ച് നിൽക്കുന്ന എനർജിയാണ്. മോൺ ചെയ്താലോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്നാലോ അങ്ങനെയൊക്കെ അവർ ആലോചിക്കുകയാണ്. പിന്നെ കുറച്ച് പേർക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അത്രയും ഈഗോ ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അവിടെ മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇവിടെ ഞാൻ ആൾറെഡി 5 ഓഫ് പെൻറ്റക്കിൾസിൽ പറഞ്ഞു ഒരു ഒറ്റപ്പെട്ട ലോൺലിനെസ് അനുഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ച് നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങളെങ്ങനെ റിയാക്ട് ചെയ്യും, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ടും ഉണ്ട്. അങ്ങനെ ഒരു ആലോചനയും അവർക്കുണ്ട്. പിന്നെ കുറച്ച് പേർക്ക് ഇപ്പോഴും അവർ ഈഗോയൊക്കെ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈഗോയും മാറ്റി ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഫീലിങ്സ് എല്ലാം പറയണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് കുറച്ച് പേർക്ക് ഇപ്പോഴും ആഗ്രഹം അതാണ് നമ്മുടെ ലൈഫിൻ്റെയും അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളുടെയൊക്കെ കാരണമെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ബട്ട് കുറച്ച് പേർക്ക് അവരുടെ നേച്ചറേ അതായത് കൊണ്ട് തന്നെ അതിന് കഴിയുന്നില്ല. ഈഗോയിൽ എല്ലാം വിട്ട് ഇറങ്ങി വന്ന് നിങ്ങളുടെ അടുത്ത് വരാൻ അവരുടെ മൈൻഡ് അനുവദിക്കുന്നില്ല എന്നാണ് കാണുന്നത്. ബട്ട് അവർ കമ്മിറ്റ്മെൻറ്റ് തന്നു നിന്നാലേ ഇനി നിങ്ങളോടൊപ്പം മുമ്പോട്ട് പോകാൻ കഴിയൂ. നിങ്ങളെ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് പ്രയോറിറ്റി തന്നാൽ മാത്രമേ മുമ്പോട്ട് ഈ ബന്ധം പോകൂ എന്നുള്ള ചിന്തയും അവർക്കുണ്ട്. അതുകൊണ്ട് കമ്മിറ്റ്മെൻറ്റ് തരേണ്ടതാണ് എന്നും അറിയാം. ബട്ട് കുറേ പേർക്ക് നിങ്ങളൊരു മോൺ ചെയ്തിട്ടുണ്ടാവും. കുറച്ച് പേർക്ക് ആ വ്യക്തികളായിരിക്കും മോൺ ചെയ്തത്. കുറേ നിങ്ങൾക്കിടയിലുള്ള വഴക്കുകളും പ്രശ്നങ്ങളും കാരണം അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം മോൺ ചെയ്തിട്ടുണ്ടാവും. ബട്ട് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് ആ ഒരു പ്രശ്നങ്ങൾ വഴക്കുകൾ അതെല്ലാം അവസാനിച്ച് ആ പഴയ നിങ്ങൾ അത്രയും സ്നേഹമായിട്ടിരുന്നില്ലേ, ആ ഒരു സ്മൂത്തായിട്ട് പോയ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ അതുപോലെ മുമ്പോട്ട് പോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രയും സ്മൂത്തായിട്ടും ഹാപ്പി ആയിട്ടും നല്ല രീതിയിൽ ഒരു ലൈഫ് ലോങ് പോകണം എന്നാഗ്രഹിക്കുന്ന കാർഡ്സ് വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മോൺ ചെയ്തു പോയി, അതായത് ഇത്രയും വഴക്കും പ്രശ്നങ്ങളായപ്പോൾ എനിക്ക് മതിയായി, എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് നിങ്ങളും ഇതെല്ലാം വിട്ടിട്ട് ഒരു മോൺ ചെയ്തു പോയി എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. പിന്നെ ബോട്ടത്തിൽ 4 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. അവർക്കിപ്പോൾ ഒന്നിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ല. എല്ലാവരിനോടൊരു മടുപ്പും മരവിപ്പുമാണ്, മുമ്പിലൊരു പ്രതീക്ഷയില്ല. പിന്നെ വേൾഡ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ സിറ്റുവേഷൻസ് അവർ ചിലപ്പോൾ ഒരു മൂവ് ഓൺ ചെയ്ത് പോയതോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്തൊക്കെ അവിടെ വളരെ ഹാപ്പി ആയിരിക്കും എന്നുള്ള അപ്പോഴും ആ സമയത്ത് അവരുടെ സിറ്റുവേഷൻസും അങ്ങനെ ഇരുന്നിട്ടുണ്ടാവും. ബട്ട് ഇപ്പോൾ എല്ലാം റിവേഴ്സാണ്. റിവേഴ്സ് എന്ന് പറയുമ്പോൾ ആ സിറ്റുവേഷൻസ് എല്ലാം ഇവർക്ക് ഓപ്പോസിറ്റായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരിങ്ങനെ പെട്ട് നിൽക്കുന്ന എനർജിയാണ് അവിടെ. ആ തേർഡ് പാർട്ടിയിലായാലും അല്ലെങ്കിൽ അവിടെ നിങ്ങളെ വിട്ടിട്ട് പോയ ഏത് സിറ്റുവേഷൻ ആയാലും അവിടെ പെട്ട് നിൽക്കുന്നു. അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്ന ഒരു ബന്ധനത്തിൽ പെട്ട് കിടക്കുന്നത് പോലെ പെട്ട് നിൽക്കുന്ന എനർജിയിലാണ് അവരിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ റീഡിംഗ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം എടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.